ഒരു വസ്തുവിനെ നോക്കേണ്ടതുപോലെ നോക്കുക എന്ന് പറഞ്ഞാൽ എന്നെ നോക്കേണ്ടതുപോലെ ആയിരിക്കില്ല ഒരു പക്ഷേ നിങ്ങൾ നോക്കേണ്ടത്, നമ്മളെ നോക്കേണ്ടതുപോലെ ആയിരിക്കില്ല ഒരു പക്ഷേ മൃഗങ്ങളെ നോക്കേണ്ടത്. ഓരോന്നിനെയും എങ്ങനെയാണോ നോക്കേണ്ടത്, ഒരാൾക്ക് എത്രത്തോളം സമ്പത്ത് ആർക്ക് കൊടുക്കണം, ഭക്ഷണം ആർക്ക് കൊടുക്കണം, വീട് ആർക്ക് കൊടുക്കണം, വാഹന സൗകര്യം ആർക്ക് കൊടുക്കണം, ദാരിദ്ര്യം ആർക്ക് കൊടുക്കണം, പരീക്ഷണം ആർക്ക് കൊടുക്കണം, എങ്ങനെയാണ് ഇവരെ നോക്കേണ്ടത് എന്ന് പരിശുദ്ധ റബ്ബിന് നമ്മേക്കാൾ കൂടുതൽ തിരിച്ചറിവുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് പരിശുദ്ധ റബ്ബ്. ആ റബ്ബിനെ അംഗീകരിച്ച് പോന്നവരാ നമ്മൾ. ഇനി തിരിച്ചു വായിക്കുമ്പോയോ ആ റബ്ബിനനുസരിച്ചിട്ടാണോ എന്റെ നിങ്ങളുടെയും ജീവിതം എന്ന് പരിശോധിക്കുമ്പോഴാണ് ആ കരാറിന്റെ കൃത്യമായ പൂർത്തീകരണം നടത്തുന്നത്. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റബ്ബിനെ റബ്ബായി അനുസരിക്കണം. അംഗീകാരം മാത്രമല്ല, തൃപ്തിപ്പെടലാണ്. എന്റെ റബ്ബാണ് അല്ലാഹ് എന്നുള്ള തൃപ്തിപ്പെടലാണ്. എന്നെ നോക്കാൻ ദുനിയാവിൽ ആരൊക്കെ എനിക്കെതിരെ പ്രവർത്തിച്ചാലും എന്റെ റബ്ബ് നോക്കാൻ എനിക്കുണ്ട് എന്നുള്ള ബോധ്യം. സമൂഹത്തിൽ എല്ലാവരും എനിക്ക് വേണ്ടി അനുകൂലമായി വാദിച്ചിട്ട് പരിശുദ്ധ റബ്ബ് ഒന്നും കിട്ടണ്ട എന്ന് വിചാരിച്ചാൽ കിട്ടൂല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അവിടെയാണ് വിശ്വാസത്തിന്റെ അചഞ്ചലത.